ഹായ് ഹലോ വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. ഞാൻ ഇർഷാദ് ഖാൻ. അപ്പോൾ നമ്മുടെ ഓഗസ്റ്റ് മാസം നടക്കുന്ന ലീഗൽ മെട്രോളജിയുടെ ഇൻസ്പെക്ടിങ് അസിസ്റ്റൻറ്റിൻ്റെ ഒരു ടോപ്പിക്ക് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയാണ്. ഒരു ടോപ്പിക് അല്ല, 2-3 പോയിൻറ്റ്സ് ഒന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ എടുക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. നമ്മുടെ വെയിങ് മിഷനിൽ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടെക്നിക്കൽ ടേംസ് ഉണ്ട്. ആ ടെക്നിക്കൽ ടേംസ് എന്താണ് ഉദ്ദേശിക്കപ്പെടുന്നത് എന്ന് നമുക്ക് ആദ്യം നോക്കാം. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ക്ലാസിഫിക്കേഷൻ ഉണ്ട്. പിന്നെ നമുക്കൊരു സെക്ഷൻ കൂടി നമുക്കൊന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ പ്രധാനമായിട്ടും നമ്മൾ മാക്സിമം, മിനിമം, സ്മോൾ ലെറ്റർ ഇ, അതുപോലെ തന്നെ ഡി, സ്മോൾ ലെറ്റർ ഡി എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ വെയിങ് മെഷീനിൽ കുറച്ച് സിമ്പിൾസ് ഉണ്ട്. അപ്പം മാക്സിമം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം അല്ലേ, നമ്മുടെ മെഷീൻ അളക്കാൻ കഴിയുന്ന പരമാവധി ഭാരത്തിനെയാണ് നമ്മൾ മാക്സ് എന്ന് പറയുന്ന സിമ്പൽ കൊണ്ട് വെയിങ് മെഷീനിൽ കാണിച്ചിരിക്കുന്നത്. മാക്സ് എന്ന് പറയുന്ന സിമ്പൽ കൊണ്ട് കാണിച്ചിരിക്കുന്നത് മാക്സ്. ഇനി മിനിമം എന്ന് പറഞ്ഞാൽ എന്താണ്? മിനിമം എന്നില്ല, എം, സ്മോൾ ലെറ്റർ ഐ, സ്മോൾ ലെറ്റർ എൻ. കൃത്യത നിലനിർത്തിക്കൊണ്ട് അളക്കേണ്ട ഏറ്റവും കുറഞ്ഞ ഭാരത്തിനെയാണ് നമ്മൾ MIN എന്നുകൊണ്ട് ഡിനോട്ട് ചെയ്യുന്നത്. നമ്മളതിനെ മിനിമം എന്ന് പറയുന്നു, മറ്റേ നമ്മൾ മാക്സിമം എന്ന് പറയുന്നു. പക്ഷേ അതിൻ്റെ ഡിനോട്ടേഷൻ എന്താണ്? മാക്സ് ആൻഡ് മിൻ ആണ്. ഇനി സ്മോൾ ലെറ്റർ ഇ. സ്മോൾ ലെറ്റർ ഇ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേരിഫിക്കേഷൻ ഇൻ്റർവെല്ലിനെയാണ് നമ്മൾ സ്മോൾ ലെറ്റർ ഇ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നിയമപരമായി പരിശോധനയ്ക്കായി ഉപയോഗിക്കുന്ന അടിസ്ഥാന ഭാരവിഭജനമാണ് സ്മോൾ ലെറ്റർ ഇ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നിയമപരമായി പരിശോധനയ്ക്കായി ഉപയോഗിക്കുന്ന അടിസ്ഥാന ഭാരവിഭജനമാണ് സ്മോൾ ലെറ്റർ ഇ എന്ന് പറയുന്നത്. ഇനി സ്മോൾ ലെറ്റർ ഡി കണ്ടോ? ഡിസ്പ്ലേയിൽ കാണിക്കുന്ന ഏറ്റവും ചെറിയ അളവ് വ്യത്യാസമാണ് എന്തെന്ന് പറയുന്നത്? സ്മോൾ ലെറ്റർ ഡി എന്ന് പറയുന്നത്. അല്ലെങ്കിൽ യഥാർത്ഥ റെസൊല്യൂഷൻ ആണ് സ്മോൾ ലെറ്റർ ഡി കൊണ്ട് അവിടെ ഉദ്ദേശിക്കപ്പെടുന്നത് എന്നുള്ള കാര്യമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പം 4 ടെക്നിക്കൽ ടേമാണ് നമുക്ക് ഇവിടെ ഉള്ളത് എന്നുള്ള കാര്യം ശ്രദ്ധിക്കുക. ഇനി നമ്മൾ അടുത്ത ഒരു ഇതിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് തൂക്കയന്ത്രങ്ങളുടെ കൃത്യതയും ഉപയോഗവും അനുസരിച്ച് നമ്മൾ അവയെ എന്ത് ചെയ്തിട്ടുണ്ട്? 4 ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട്. എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? കൃത്യതയും ഉപയോഗത്തിൻ്റെയും അടിസ്ഥാനത്തിലാണ് നമ്മൾ അവയെ 4 ആയിട്ട് തരംതിരിച്ചിരിക്കുന്നത്. അപ്പോൾ ഒന്നാമത്തത് ക്ലാസ് 1 എന്ന് പറയുന്ന വിഭാഗത്തിൽ എന്തൊക്കെയുണ്ടെന്ന് നമുക്ക് നോക്കാം. സ്വർണ്ണക്കടകൾ, ശാസ്ത്രീയ ഗവേഷണങ്ങൾ, ലബോറട്ടറികൾ, അവിടങ്ങളിൽ ഉപയോഗിക്കുന്നതെല്ലാം ക്ലാസ് 1 ആണ്. സ്വർണ്ണക്കട, ശാസ്ത്രീയ ഗവേഷണം, ലബോറട്ടറികൾ. അപ്പോൾ അവിടെ കണ്ടോ, കൃത്യത വ്യതിയാനം 1 മില്ലിഗ്രാമിൽ താഴെയാണ്. അപ്പോൾ 1 മില്ലിഗ്രാമിൽ താഴെയുള്ള അളവ് പോലും നമുക്ക് സൂക്ഷ്മമായിട്ട് രേഖപ്പെടുത്താൻ പറ്റിയ ഉപകരണം വരുന്നത് ക്ലാസ് 1 എന്നുള്ള കാര്യം ശ്രദ്ധിക്കുക. ക്ലാസ് 1 ആരൊക്കെ ഉണ്ട് എന്ന് ശ്രദ്ധിക്കുക. ഇനി ക്ലാസ് 2 ഉയർന്ന കൃത്യതയാണ് വരുന്നത്. വെള്ളി, അതുപോലെ തന്നെ വിലപിടിപ്പുള്ള ആഭരണങ്ങൾ, മരുന്ന് കടകൾ, കെമിക്കൽ നിർമ്മാണത്തിലൊക്കെ വരുന്നത് എന്താണ്? ക്ലാസ് 2 ആണ്. അപ്പൊ ഇവിടെ ശ്രദ്ധിച്ചോണം, ക്ലാസ് 1 പ്രത്യേക കൃത്യതയാണ്, ക്ലാസ് 2 ഉയർന്ന കൃത്യതയാണ്. അത് രണ്ടും തമ്മിൽ മാറിപ്പോകരുത്. പ്രത്യേക സ്പെസിഫിക് ആണ് ഒന്ന്, മറ്റേതാണ് ഹൈലി അക്യുറേറ്റ്, ഇത് സ്പെസിഫിക്കലി അക്യുറേറ്റ് ആണ്. അത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം മാറിപ്പോകരുത്. അപ്പൊ വെള്ളി, വിലപിടിപ്പുള്ള ആഭരണങ്ങൾ, മരുന്ന് കടകൾ, കെമിക്കൽ നിർമ്മാണത്തിലൊക്കെ വരുന്നത് ഉയർന്ന കൃത്യതയുള്ള ഉപകരണമാണ്. അതേസമയം എന്താണ്? സ്വർണ്ണക്കടകൾ, ശാസ്ത്രീയ ഗവേഷണങ്ങൾ, ലബോറട്ടറികൾ പോലുള്ളവയ്ക്ക് എന്താണ്? അവിടെ വരുന്നത് പ്രത്യേക കൃത്യതയുള്ളത് ആണ് എന്നുള്ള കാര്യം ശ്രദ്ധിക്കുക. ഇനി ക്ലാസ് 3 ഇടത്തരം കൃത്യതയാണ് ക്ലാസ് 3 വരിക. പലചരക്ക് കടകൾ, സൂപ്പർ മാർക്കറ്റുകൾ, സാധാരണ കൗണ്ടർ സ്കെയിലുകൾ. അപ്പം നമ്മളിപ്പം വീടുകൾ അല്ലെങ്കിൽ വീടുകളുടെ അടുത്തുള്ള കടകളിലോ മറ്റൊക്കെ നമ്മൾ ഇരിക്കുന്നത് എന്താണ്? ക്ലാസ് 3 വരുന്നത്. പലചരക്ക് കടയിൽ ഇരിക്കുന്നത് എന്താണ്? ഇടത്തരം കൃത്യതയുള്ള ക്ലാസ് 3 പലചരക്ക് കടകളുടെ വെയിങ് മെഷീൻ വരുന്നത്. ഇനി ക്ലാസ് 4 നോക്കിക്കേ. ക്ലാസ് 4 വരെ സാധാരണ കൃത്യതയാണ്. മാറിപ്പോകരുത്. ഇടത്തരം കൃത്യത ക്ലാസ് 3, സാധാരണ കൃത്യത ക്ലാസ് 4 വരിക. കനത്ത വ്യവസായങ്ങൾ, അതുപോലെ തന്നെ വെയിങ് ബ്രിഡ്ജുകൾ, റെയിൽവേ വെയിങ് ബ്രിഡ്ജുകളൊക്കെ വരുന്നത് എന്താണ്? അസാധാരണ കൃത്യതയിലാണ് വരുന്നത്. ഓക്കെ,
ഇനി ഇപ്പോൾ ഇത്രയേ ഉള്ളൂ, ചെറിയ കണ്ടന്റ് ആണ് കേട്ടോ, ചെറിയ കണ്ടന്റ് ആണ് ലീഗൽ മെട്രോളജിയുടെ സ്പെഷ്യൽ ടോപ്പിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇനി നമുക്ക് ഒരു വകുപ്പും കൂടെ പഠിക്കാം. വകുപ്പ് ലീഗൽ മെട്രോളജി ആക്ട് 2009 ലീഗൽ മെട്രോളജി ആക്ടിലെ ഒരു വകുപ്പാണ് സെക്ഷൻ 22. ഇന്ത്യയിൽ ഏതൊരു പുതിയ തൂക്കുയന്ത്രവും നിർമ്മിക്കുന്നതിനോ ഇറക്കുമതി ചെയ്യുന്നതിനോ മുമ്പ് കേന്ദ്ര സർക്കാരിൻ്റെ മോഡൽ അപ്രൂവൽ അംഗീകാരം നേടിയിരിക്കണം. അപ്പോൾ മോഡൽ അപ്രൂവൽ അംഗീകാരത്തെക്കുറിച്ച് പറയുന്ന വകുപ്പാണ്. ഓക്കെ, രണ്ടാമത് മോഡൽ അപ്രൂവൽ അംഗീകാരം കൊടുക്കുന്നത് ആരാണ്? കേന്ദ്ര സർക്കാരാണ്. എന്തിനൊക്കെയാണ് മോഡൽ അപ്രൂവൽ കൊടുക്കേണ്ടത്? നിർമ്മിക്കുന്നതിനും ഇറക്കുമതി ചെയ്യുന്നതിനും. ഈ 3 പോയിന്റ് ആണ് നമുക്ക് ഈ സെക്ഷനിൽ നിന്ന് വേണ്ടത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ ചെറിയ ടോപ്പിക് ഡിസ്കഷൻ. സ്പെഷ്യൽ ടോപ്പിക് വളരെ കുറച്ചേ ഉള്ളൂ, കുറച്ച് സമയം നമുക്ക് പഠിച്ചാൽ കിട്ടാവുന്നതേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ഇത്രയും ചെറിയ കാര്യങ്ങൾ മാത്രം നമ്മൾ പറയുന്നത്. ചെറിയ കാര്യങ്ങൾ വലിയ ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പം നമ്മുടെ ലീഗൽ മെട്രോളജി ബാച്ച്, കോമ്പറ്റീറ്റീവ് ക്രാക്കറിൽ ഒരു ലീഗൽ മെട്രോളജിയുടെ ബാച്ച് ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ഈ കാണുന്ന നമ്പറിൽ 8590202323 ആണ്. അപ്പോൾ ഈ കാണുന്ന കോൺടാക്ട് നമ്പറിലേക്ക് നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യുക. അപ്പം നമുക്ക് നമ്മുടെ ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ ലൈവ് ക്ലാസ്സസ് ഉണ്ടാകും, അതുപോലെ തന്നെ റെക്കോർഡഡ് ക്ലാസ്സസ് ഉണ്ടാകും. അതുപോലെ അത്യാവശ്യം എന്താ പറയുക, നമുക്ക് മെൻറ്റർ സപ്പോർട്ട്, അത്യാവശ്യം എന്നല്ല നല്ല രീതിയിലുള്ള മെൻറ്റർ സപ്പോർട്ട് നമുക്ക് ഉണ്ടാകും. അതുപോലെ നമുക്ക് എക്സാംസ്, അത്യാവശ്യം നമ്പർ ഓഫ് എക്സാംസ് തന്നെ നമ്മൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും ഫീച്ചേഴ്സ് ഉള്ള ഈ കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ഈ കാണുന്ന 8590202323 എന്നുള്ള നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.